റയോപ്റ്റിക്സിലെ ഏഴാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ സെക്കൻഡ് ലോ സ്നെൽസിലും ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പം നിങ്ങൾ അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. രണ്ട് മീഡിയത്തിൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ ചരിഞ്ഞ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതുപോലെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തന്നിരിക്കുന്ന ഒരു രണ്ട് മീഡിയങ്ങൾക്ക് അതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ. മീഡിയം 1 നിന്ന് മീഡിയം 2ലേക്കോ മീഡിയം 1 നിന്ന് മീഡിയം 2ലേക്ക് ഇങ്ങനെയോ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 സൈൻ ഐ ബൈ സൈൻ ആർ. N21 എന്ന് പറഞ്ഞ ഈ കോൺസ്റ്റൻറ്റിനൊരു പേര് പഠിച്ചു. എന്തായിരുന്നു അത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. ഇനി അത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 2 ആണെങ്കിൽ അത് നേരെ സൈൻ ആർ ബൈ സൈൻ ഐ ആയി മാറുമെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. എന്താണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? ഒരു മീഡിയത്തെ വേറൊരു മീഡിയവുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ്. എന്നാൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിനെ നമ്മൾ വാക്വവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുക. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം ഈസ് കോൾഡ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ n എന്നാണ് എടുക്കുക. എന്ന് വെച്ചാൽ n21 അല്ലെങ്കിൽ n12 അല്ലെങ്കിൽ NAB ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് മീഡിയങ്ങളെയാണ് നമ്മൾ കമ്പയർ ചെയ്തതാണ് കേട്ടോ. എന്നാൽ ഇവിടെ നമുക്ക് n എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നൊട്ടേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ ഈ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഫിസിക്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. അല്ലെങ്കിൽ നമുക്ക് എഴുതാം n is equal to c by v. ഇവിടെ എഴുതി വെക്കുക c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അതുപോലെ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. ഇത് എഴുതി വെക്കണേ സൈഡിൽ. അപ്പോൾ നമുക്കിത് n എന്ന് പറഞ്ഞ ഒരു മീഡിയം 1 എന്ന് പറഞ്ഞ ഒരു മീഡിയമാണ് എടുക്കുന്നതെങ്കിലോ നോക്കൂ. ഫോർ മീഡിയം 1 നമുക്ക് എഴുതാം n1 is equal to വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം അത് c ആണ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് മീഡിയം 1ൽ നമുക്കതിനെ v1 എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡിൽ എഴുതി വെക്കണം. c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ സ്പീഡ് ഏറ്റവും കൂടുതൽ ലൈറ്റിൻ്റെ വെലോസിറ്റി ഏറ്റവും കൂടുതൽ വാക്വത്തിലൂടെയാണ്. അത് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് മീഡിയം 1ന് ഒരു ഇക്വേഷൻ കിട്ടി. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്യാം. ഇനി ഫോർ മീഡിയം 2 നമുക്ക് n2 is equal to c by ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് v2 എന്നെടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് n21 അപ്പം എങ്ങനെ എഴുതാം? n21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയറിങ് മീഡിയം 2 വിത്ത് 1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം n2 by n1 അല്ലേ. മീഡിയം 2നെ മീഡിയം 1ആയിട്ട് കമ്പയർ ചെയ്യുമ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 ആണ് കിട്ടുക. ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. n2ന് ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? c by v2 ഡിവൈഡഡ് ബൈ n1ന് നോക്കൂ ഇക്വേഷൻ നമ്പർ 1ൽ c by v1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ സീനെയും വെട്ടാം അല്ലേ. ഈ v1 ഡിവൈഡഡ് ബൈ ആണല്ലേ, അത് മേലെ പോവും. അപ്പോൾ നമുക്ക് കിട്ടും v1 by v2. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1നെ നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ടേമിൽ എങ്ങനെ കിട്ടി? v1 by v2. അപ്പോൾ നമുക്കിതൊന്ന് ഈ രണ്ട് മീഡിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ 3 റിസൾട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ഒന്നാമത് നമ്മളിപ്പം കിട്ടി n21 മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 സൈൻ ഐ ബൈ സൈൻ ആർ. അതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അന്ന് ഞാനൊരു ട്രിക്ക് പറഞ്ഞിരുന്നു, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ. ഏത് മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ നമ്മൾ കാണുന്നത് ആ മീഡിയത്തിലെ സൈന് ആംഗിൾ എടുക്കരുതെന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ n21 ആണ് കാണുന്നത്, അതുകൊണ്ട് നമ്മൾ ആദ്യം എടുത്തത് ഈ ആംഗിൾ ആയിരുന്നു. ഇതുപോലെ രണ്ട് മീഡിയങ്ങളെ കമ്പയർ ചെയ്യും. n21 എന്ന് പറഞ്ഞാൽ n2 by n1. ഇപ്പം നമുക്ക് കിട്ടിയ റിസൾട്ട് n21 is equal to
V1/V2. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത അതേ ട്രിക്ക് നോക്കിയാൽ ഇവിടെയും ഞാൻ പറഞ്ഞുതരാം. ഏത് മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ കാണുന്നത് ആ മീഡിയത്തിലെ ലൈറ്റിൻ്റെ സ്പീഡ് ആദ്യം എടുക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം V1/V2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം കാണാൻ. ഇനി നമുക്കൊരു ടേബിൾ വരച്ച് വെക്കാം. എക്സാമിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. എഴുതിക്കോളൂ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിഫറെൻറ്റ് മീഡിയ. ഇങ്ങനെ 2 കോളം വരയ്ക്കുക. ആദ്യം മീഡിയം, അതിൻ്റെ ചുവടെ എഴുതുക വാക്കം. വാക്കത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. എന്തായിരിക്കും കാരണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്കം കാണുമ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്കം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്കം തന്നെയാണ് എടുക്കുക. അപ്പം 1 ആണ് കിട്ടുക അല്ലേ. അതുപോലെ എയറിൻ്റെത് അപ്രോക്സിമേറ്റ്ലി 1 ആണ്. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി വാട്ടർ ആണെങ്കിൽ അത് 1.33 ആണ്. ഗ്ലിസറിൻ ആണെങ്കിൽ അത് 1.46 ആണ്. ക്രൗൺ ഗ്ലാസ് ആണെങ്കിൽ അത് 1.52. ഡെൻസ് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണെങ്കിൽ 1.62. ഇനി ഡയമണ്ട് ആണെങ്കിൽ 2.42. പറയൂ, ഇതിൽ ലൈറ്റിൻ്റെ സ്പീഡ് ഏറ്റവും കുറഞ്ഞ മീഡിയം ഏതാണ്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞു തന്നിരുന്നു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ അതിൻ്റെ അർത്ഥം സ്പീഡ് ഓഫ് ലൈറ്റ് കുറയാന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ ടേബിൾ പ്രകാരം ഡയമണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ലൈറ്റ് പോകുന്നത് ഡയമണ്ടിലൂടെ ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഓർക്കണേ, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നതെല്ലാം അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയമാണ്. എന്നുവെച്ചാൽ ഡയമണ്ടിനെ നമ്മൾ വാക്വവുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഗ്ലാസിനെയും ഗ്ലിസറിനെയും വാട്ടറിനെയും ഒക്കെ നമ്മൾ ഈ ഒരു വാക്വവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് ഈ ടേബിൾ നിങ്ങൾ കാണുന്ന എല്ലാ വാല്യൂ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയമാണ്. ഇനി നമുക്ക് ബോർഡ് എക്സാമിനൊക്കെ വരാവുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എഴുതി വെച്ചോളൂ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട്. എങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്, അതിന് നമുക്ക് ഡി എന്ന് വിളിക്കാം, വിത്ത് റെസ്പെക്ട് ടു വാക്വം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലെറ്റർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് കാണുക? വി ഡി ഈസ് ഈക്വൽ ടു, ഇതിനെങ്ങോട്ട് കൊണ്ടുപോവുക, സി ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്, എൻ ഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ ടേബിൾ പ്രകാരം ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 2.42 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ഈസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ 2.42. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.239 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇതിന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 1.24 × 10⁸ മീറ്റർ/സെക്കൻഡ് കിട്ടും. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് 1.24 × 10⁸ മീറ്റർ/സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസസ് 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ്. ഇത് മാർച്ച് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബോർഡ് എക്സാമിന്. എങ്ങനെ അത് ചെയ്യാം? നമുക്കറിയാവുന്ന ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ആണ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം സിക്ക് പകരം 3 × 10⁸ ഡിവൈഡഡ് ബൈ, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ VG2 × 10⁸ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 10⁸ 10⁸ ക്യാൻസൽ ചെയ്താൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് എത്ര കിട്ടുക? 1.5 ആണ് കിട്ടുക അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റും ഡയമെൻഷൻസും ഇല്ല കേട്ടോ. ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലെൻസുകളെ കുറിച്ച് പഠിക്കാം. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.